സാറ് പറഞ്ഞത് ആ. ഇത് ആർക്കെതിരെയാണ് ഈ സമരം എന്നുള്ളതാണ്. അതെ, ഗവൺമെന്റിനെതിരെയാണോ മാനേജ്മെന്റിനെതിരെയാണോ? ഒരു സാമൂഹ്യ നിരീക്ഷകൻ നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ആർക്കും എതിരെയല്ല. ഇത് അവരുടെ പേഷ്യന്റിനെതിരെയാണോ? നോ 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 ഇത് അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. അവരെന്താണ് അവകാശം വെക്കുന്നത്? ഒരു ഒറ്റ കാര്യം മാത്രമേ അവർ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾക്ക് മാന്യമായ വേതനം കിട്ടണം. ഇവിടുത്തെ ഒരു അവിവിദഗ്ധരായ തൊഴിലാളിക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചെങ്കിലും കൂടുതൽ വേതനം ഞങ്ങൾക്ക് തരണം. ഇതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ ഉന്നയിക്കുന്നത്, അതായത് ഞങ്ങളുടെ ഇവിടെ ചാരിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേഴ്സുമാർ സഹിക്കണം. അതെന്ത് ന്യായമാണ്? എന്ത് യുക്തിരാഹിത്യമാണ്? ഈ പറയുന്ന ചാരിറ്റി ചെയ്യുന്നത് നല്ലതാണ്, ചാരിറ്റി വളരെ നല്ലതാണ്. പക്ഷെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സ്വന്തം വീട്ടിലെ തൊഴിലാളികൾക്ക് നീതി ചെയ്യാതെ മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യുന്നതിൽ എന്ത് നീതിയാണുള്ളത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയാണ് നമ്മൾ ചാരിറ്റി ആദ്യം ചെയ്യേണ്ടത്. ഒരു നേഴ്സ് അവിടെ ഉള്ളെങ്കിൽ ഈ നേഴ്സും 10 ലക്ഷത്തോളം മിനിമം തുക ചെലവാക്കിയാണ് അവർ വരുന്നത്. ലോൺ അടയ്ക്കാനുണ്ട് അവര്. പിന്നെ നമ്മൾ വേജസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ വേജസ് എങ്ങനെയായിരിക്കണം പറയുന്നത്? അത് ജസ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അത് ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഡീസന്റും ആയിരിക്കണം. അവർക്കും അവരുടെ കുടുംബത്തിനും കൂടി ജീവിക്കാനുള്ളതായിരിക്കണം എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ വേജസിനെ കണക്കാക്കാൻ. ഇപ്പോൾ ഈ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നീതി ചെയ്യണം.